ആന വന്നിട്ട് മോനെ വെള്ളട്ടാങ്കി 2 പൊളിച്ചു മോനെ ബാ കാണിച്ചു തരാ. ആന വന്നിട്ടുണ്ടോന്നാ കാല് വരെ പൊളിച്ചു കഴിഞ്ഞു. ഇതിങ്ങനെ അങ്ങോട്ടേക്ക് മറിച്ചിട്ടിനേന്. ഇത് പലകയാ ഈ പലക തട്ടിയിട്ട് അങ്ങോട്ടേക്ക് മറിച്ചിട്ടിനേന്. അത് കഴിഞ്ഞിട്ട് ഇതൊരു വെള്ളട്ടാങ്കി. ഈ വെള്ളട്ടാങ്കി അപ്പാടെ കുത്തി പൊളിച്ച് വള്ളക്ക് കുത്തി കൊടുത്തു. അത് അരി തിന്നുള്ളൂ. 10-30 കിലോ അരി ഉണ്ടാവുന്നു. അത് ഇതെല്ലാം പൊളിച്ച് പാല് പൊടിയായി. അതിന്റെ ഉള്ളിൽ കപ്പോട്ട് ഇതല്ല വെളിച്ചിട്ട് ചോട്ടി പൊളിച്ച് ആന ഇങ്ങോട്ട് ഇട്ടത് ആന ഇട്ടാ മൊത്തം ചവിട്ടി എല്ലാം ചോട്ടിയതാ സാറേ. ചോട്ടി പൊളിച്ചിട്ടില്ല, എല്ലാം വെളിച്ചിട്ട് സാറേ. തുണിയാ എടുത്തേ? നിന്റെ തുണികളെല്ലാം ഉണ്ടായിരുന്നു. കൊറേ അങ്ങ് പിച്ച് ചോട്ടി വലിച്ച്. ആന അല്ലാണ്ട് പിന്നെ എന്താ മോനെ വന്നേ? നേരിട്ട് കണ്ടെന്ന് പറഞ്ഞ ഞാൻ ഇതിന്റെ ഉള്ളിൽ പാഞ്ഞില്ലേ, ഇല്ലെങ്കിൽ ഞാൻ ബാക്കിയുണ്ടാ. ഇത് 2 കഷ്ണ ഇതെല്ലാം കുത്തി പൊളിച്ചിട്ട് അരിയും സാധാരണ തേച്ചും തിന്നിട്ട് പോയി. 2-3 പർദ്ദ ഉണ്ടേന് ഇതിന്റെ മുകളിൽ. ആ പർദ്ദയും നെയ്റ്റി എല്ലാം തിന്നിട്ട് പോയി. നെയ്റ്റി പാവാട, പുതിയ പാവാട തിന്ന് ഇതാ ഇന്നിട്ടിപ്പോ ഞാൻ ഈ അളമാറയിൽ വെച്ചതാ. തിന്നു കഴിഞ്ഞു. എല്ലാം തിന്നിട്ട് പോയി മോനെ. എന്നിട്ട് നീ കേക്ക് ഇതാ ഗീലേ വന്നിട്ട്. നമസ്കാരം. ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ അപ്പപ്പാറ കുന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയുടെ വീട്ടിൽ കാട്ടാന അതിക്രമിച്ച് കയറുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. വീടിൻ്റെ അകത്ത് കയറിയെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചെന്ന് അവിടെ തന്നെ നേരിട്ട് അവരോട് തന്നെ ചോദിക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ. എല്ലായിടത്തും ഇപ്പോൾ നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടമൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ആ ഭാഗത്തായിട്ടാണ് അവരുടെ വീടുള്ളത്. നമുക്കിങ്ങനെ അങ്ങോട്ട് നടന്നു പോവാം. ഒരു നല്ല സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലം ചുറ്റും ഫോറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒക്കെ താമസക്കാരുള്ളതാണ്. കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചുറ്റും ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒക്കെ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ആന ഇവിടെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ വീട്ടിൽ ചെന്ന് ആ ചേച്ചിയോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇങ്ങനെ ഒരു കണ്ടത്തിൽ നിന്ന് മറ്റേ കണ്ടത്തിലോട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വീഴുന്ന ആ ഒരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന പൊടി പുതിയാക്കി എന്നാക്കി നമ്മളെ ഫുള്ള് 2-3 ആനയായിരുന്നു. പിന്നെ അതിന്റെ ഒപ്പം ഈ ഒറ്റാന വന്നിട്ടാണ് ഇത് നാട്ടാക്കി പദ്ധതി. എന്താ ആന വിളിച്ച സപ്പോർട്ട്. അങ്ങനെ ആ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് ആന കഴിഞ്ഞ ദിവസം കയറിയ ആ വീട്. നമുക്ക് ഈ ചേട്ടനോട് ചെന്ന് ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ബാപ്പുട്ടി. ഇതാരുടെയാ വീട്? എന്റെ അനിയത്തിന്റെ വീടാ. നമ്മളെ മുറ്റത്ത് കൂടെ വന്നത് ആന. ഓളത്തിന്റെ അകത്തായിരുന്നു സാറേ. അല്ലേ അടക്ക അവിടെ വരുത്തുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് മുന്നിലെ വായ പൊളിച്ചോടുകൂടെ ഓള് മേടിച്ച് ബാക്കൂടി ഓടി അങ്ങനെ എന്നെ നമ്മളെ വിളിച്ചിട്ട് അങ്ങനെ വന്ന് പിന്നെ അത് ഇതെല്ലാം പൊളിച്ച് വാല് പൊടിയായി. അതിന്റെ ഉള്ളിൽ കപ്പോട്ട് ഇതെല്ലാം വെളിച്ചിട്ട് ചോട്ടി പൊളിച്ച് ആന ഇങ്ങോട്ട് ഇട്ടത്. ആന ഇട്ടാ ഇതിപ്പോ ഒരു ഫോറസ്റ്റുകാർ വന്നിട്ട് പിന്നെ കാണിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചാ. അത് മാറ്റി വെച്ചു. പിന്നെ പറക്കാത്ത ഇതിലെ കയറി അടുക്കളയിൽ കൂടി പിന്നെ വന്നു അടുക്കളയിൽ കയറിയിട്ട് അടുക്കള ഗ്യാസ്. അപ്പൊ ഈ റൂഫ് ഇതൊന്നും പൊളിഞ്ഞില്ല? അതൊന്നും പൊളിഞ്ഞില്ല. എന്തോ ഭാഗ്യത്തിന് പൊക്കം കുറഞ്ഞ അറിഞ്ഞേ. കുമ്പുണ്ട്, ഭയങ്കര കുറുമ്പുള്ള ആന അത്. അത് അരി തിന്നുള്ളൂ. 10-30 കിലോ അരി ഉണ്ടാവുന്നു. അതെല്ലാം വലിച്ചിട്ട് ഇതിലെ വന്ന സ്ഥലത്തിലെ ഈ അലമാരി ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞില്ലേ? അലമാരെല്ലാം നശിപ്പിച്ചു. അലമാരി കാണിച്ചു വെച്ചേക്ക് മൊത്തം ചവിട്ടി. എല്ലാം ചവിട്ടിയതാ സാറേ. ചവിട്ടി പൊളിച്ചിട്ടില്ല, എല്ലാം വലിച്ചിട്ട് സാറേ. തുണിയാ എടുത്തേ? നിന്റെ തുണികളെല്ലാം ഉണ്ടായിരുന്നു. കൊറേ അങ്ങ് പിച്ച് ചോട്ടി വലിച്ച് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. പിന്നെ ബാക്കിയുള്ള ഒന്നും ആയിട്ടില്ല. കൊലയെല്ലാം ചോട്ടി അരിയെല്ലാം ഇങ്ങോട്ട് കൊലയിൽ ഫുള്ള് വേറിയുന്ന അരി. അലമാരിയൊക്കെ ചവിട്ടി പൊളിക്കുന്ന എന്തിനാ? എന്നിട്ട് ഇങ്ങോട്ട് വന്ന് അരി ഇങ്ങോട്ട് വന്നിട്ട് അരി വലിച്ചിട്ട് അതിലെ ചോട്ടി കയറി അരിയെല്ലാം വലിച്ചിട്ട്. എന്നിട്ട് ഇതിന്റെ അകത്ത് കയറിയോ? അതിന്റെ അകത്ത് കയറി അവിടെ വന്ന് ഇങ്ങോട്ട് വരി. ഇതിന്റെ അകത്തില്ലേ ഇതിലെ വന്നിട്ട് ഇവിടുത്തെ കൈ പുറത്ത് ഉള്ളിൽ കെട്ടുകണ്ട 2 മണ്ണ് സാറേ. മണ്ണ് നെറ്റി എന്താ തട്ടിയാ മൂത്തോ നെറ്റിയോ പുറം അങ്ങനെ പൊളിച്ചിട്ട് ഫോറസ്റ്റുകാർ നന്നായി കൊടുത്താണ് ഈ വാതില്.
അവര് വന്നിട്ട് പിന്നെ അവർ നന്നായി കൊടുത്താ ഈ വാതിൽ സാറേ. ആ ഗ്യാസിന്റെ കുറ്റി അതിന്റെ അടുപ്പുണ്ടല്ലോ അത് മറിച്ചിട്ടിരുന്നു. അത് ഇതിലെ വന്നു. പിന്നെ അപ്പുറത്തോടെ പോയി ഇതിലെ വന്ന് സാറേ ഇതിലെ പോയി അതിലെ ബൈക്ക് അതിലെ വന്നിട്ട് ഇവിടെ കയറി സാർ. ഇതിലേ പോയില്ലേ? ആ അല്ല ഇതിന് വാലൊന്നുമില്ല ഇതല്ലേ. അതിലെ കയറി ഞാൻ കയറി അവിടെ പോയി ആന. ഇങ്ങോട്ട് കയറി. ആ അവിടെ കയറി ആന. ഇതിൽ ആന ചോട്ടിയാ സാറേ. ചോട്ടി പൊളിഞ്ഞാ സാറേ അത്. ഇത് ആന പോയി അത് അവിടെ അതെല്ലാം മറിച്ചിട്ടു. പിന്നെ നന്നാക്കിയതാ വീട് വൃത്തിയാക്കിയത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് മറിച്ചിട്ട് സാറേ. ഇത് മറിച്ചിട്ട് വലിച്ചിട്ട് അങ്ങനെ മറിഞ്ഞതെല്ലാം മറിഞ്ഞു കിടന്ന് ഇത് അപ്പോഴത്തേനും മോള് പുരയിലെത്തി പേടിച്ചിട്ട്. പിന്നെ രാവിലെ വന്നത് സാറേ. വിളിക്കാൻ വന്നാൻ പറ്റില്ല. എന്താ അത് നമ്മള് പറഞ്ഞു പിന്നെ ഏതായാലും നേരം വിളിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാണ്. അതുവരെ സൗകര്യ പിന്നെ ഫോറസ്റ്റുകാരെല്ലാം വിളിച്ച് രാവിലെ. ഇത് ആദ്യമായിട്ടാണ് ഈ ആന ഇങ്ങനെ വരുന്നത്. ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ. ഈ ആന ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അല്ല നമ്മൾ കണ്ടിട്ടില്ല സാറേ. നമ്മൾ കണ്ടിട്ടില്ല. തോട്ടത്തിലുണ്ടായിരുന്നു പറച്ചിലുണ്ട് തോട്ടത്തിൽ കൂടി ഉണ്ടെന്ന്. പക്ഷെ ആന ആൾ കണ്ടാലും നേരിൽ വരുന്ന ആന പോലും ആന ബാക്കിയുള്ള ആനയെല്ലാം കണ്ട ഒച്ചട്ടാലും പടക്കം പൊട്ടിച്ചാലും പോകും. ഇതങ്ങനെ പോകില്ല പോലും. നേരിട്ട് പോലെ മുന്നിൽ വരുന്ന പറഞ്ഞേ. ഇക്കാരോട് സംസാരിക്കുന്ന കേട്ടു. ഇപ്പൊ ഇക്ക സംസാരിച്ച് കഴിയുന്ന പാടെ തന്നെ ഇവിടുത്തെ വീട്ടുടമസ്ഥ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉമ്മയുടെ തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. ഉമ്മയുടെ പേരെങ്ങനെയാ? എന്റെ പേര് നബീസ. ഇത് എന്നാ സംഭവം നടന്നേ? ശനിയാഴ്ച അല്ലേ? ശരിക്കും എന്താ സംഭവിച്ചെന്ന് പറയാം. ശനിയാഴ്ച ഞാൻ രാവിലെ ഇവിടെ കിടക്കേന് മോന്തിക്ക്. എന്റെ മോൻ വരുമെന്ന് പറഞ്ഞു കോഴിക്കോടുന്ന്. എത്ര മണിയായപ്പോ? ഞാൻ ചോറും വെച്ച് ഇവിടെ കിടന്നതാ. 8 മണിക്ക് രാത്രി 8 മണിക്ക് ചോറും വെച്ച് ഇവിടെ കിടന്നു. ഇവിടെ കിടന്ന രോൻ പറഞ്ഞു അവൻ 8:30 എന്റെ ബസ്സിന് വരും ഉമ്മന്ന്. അങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ഉറങ്ങിപ്പോയ രോന എന്നോട് പറഞ്ഞു ഉമ്മ ഞാനിനി വരുന്നില്ല, എനിക്ക് ആ ബസ് കിട്ടൂല, ഞാൻ വരുന്നില്ല, ഉമ്മ അവിടെ കിടന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ കിടന്ന്. ഇവിടെ കിടന്നേരം എന്താക്കി ഒരു ഒച്ച കേട്ട്. ഒച്ച കേട്ട ആനിയാന്നൊന്നും ഞാൻ അറിയില്ല. ഒച്ച കേട്ടവിടെ ഞാൻ ഈലെ വേക്ക് കൂടെ പാഞ്ഞ് കേട്ടത്തിന്റെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തുമ്പോ വന്ന് നോക്കുമ്പോ ഇവിടെ രാവിലെ വന്ന് നോക്കുമ്പോ ഒരരിയോ സാധനമോ പർദ്ദയോ നെയ്റ്റിയോ പാവാടിയോ ഒന്നുമില്ല. എല്ലാം തിന്നിട്ട് പോയി. ഗ്യാസ് അടുപ്പിന് കാലി വരെ ഇല്ല മോനെ. ഗ്യാസ് അടുപ്പെല്ലാം പൊളിച്ച് മറിച്ചിട്ടിനി. ഈലെ അങ്ങോട്ടേക്കും പോയിനി. ഇനി അടുക്കള വായില് തുറന്നിട്ട് അതിലേ വന്നതാന്ന് അറിയില്ല. ഈലയും പോയിന്. ആ കല്ലെല്ലാം ഇളക്കി. ഈ വായില് പൊളിച്ചിട്ട് ഫോറസ്റ്റുകാർ കൂട്ടി തന്നായത്. ഈ വായില് പൊളിച്ചിട്ട് ഫോറസ്റ്റുകാർ കൂട്ടി തന്നതാ. ഫോറസ്റ്റുകാർ പറഞ്ഞു ഇവിടെല്ലാം അരിയാനോ. ഇവിടെ മൊത്തം അരിയാനോ. ഫോറസ്റ്റുകാർ കൂട്ടി തന്നേരം പറഞ്ഞ് വാതില് നമ്മള് കൂട്ടിത്തരമ്മ എന്ന് പറഞ്ഞു. ഈ അരിച്ചാക്കുണ്ടായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതാ ഈ അടിയാളം കണ്ട. ഈ അടിയാളത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഈ മണ്ട് ഇത് ഈ വാതിന്റെ പൊളി ഈ അടിയാളത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഈ മണ്ട് പോയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ടേക്കാ തെറിപ്പിച്ചിട്ടുള്ളൂ. അങ്ങോട്ട് മറിച്ചിട്ട് ഫോറസ്റ്റുകാർ വരുമ്പോ ആടിയനുണ്ടായി. ബാതിന്റെ പൊളി അതിന്റെ ഉള്ളിലുണ്ട്. അതുപോലെ പർദ്ദ ഈടിയനും ഈ അളമാറ വെച്ചിട്ടുള്ള അളമാറ നോക്ക് ഈടിയാനും വെച്ചിട്ടുണ്ടായത്. ഈടെ ഇതാ പൊളിഞ്ഞ അളമാറ. അത് കുത്തി പൊളിച്ചതാ അത്. ഈ പേന് നോക്ക്. ഈ പേന് 2 കഷ്ണാക്കി കുത്തി പൊളിച്ചിട്ട് 2 കഷ്ണാക്കി പേന്. ഇതാ ഇത് 2 കഷ്ണ. ഇതെല്ലാം കുത്തി പൊളിച്ചിട്ട് അരിയും സാധാരണ തേച്ചും തിന്നിട്ട് പോയി. 2-3 പർദ്ദ ഉണ്ടേ നീന്റെ മുകളിൽ. ആ പർദ്ദയും നെയ്റ്റി എല്ലാം തിന്നിട്ട് പോയി. നെയ്റ്റി പാവാട പുതിയ പാവാട തിന്നിട്ടാ ഇന്നിട്ടിപ്പോ ഞാൻ ഈ അളമാറയിൽ വെച്ചതാ. തിന്നു കഴിഞ്ഞു. എല്ലാം തിന്നിട്ട് പോയി മോനെ. എന്നിട്ട് നീ കേക്ക് ഇതാ ഈലേ വന്നിട്ട് ഈ ഗ്യാസ് അടുപ്പ് ഈ വാലി പൊളിച്ചിട്ടില്ല. അതേലും പൊളിച്ചു. അത് ഫോറസ്റ്റുകാര് നേർക്കാക്കി തന്നാ. ഈ ഗ്യാസ് അടുപ്പ് നീ നോക്ക്. ഈ ഗ്യാസ് അടുപ്പിന് ലൈറ്റ് ഉണ്ട്. ഈ ഗ്യാസ് അടുപ്പിന് കാലി വരെ ഇല്ല മോനെ. ഈലേ വന്ന് ഞാനാ. ഈ പഞ്ചായത്തുകാരോട് ഞാനൊരു പൊരെടുത്തതാ എന്ന് പറഞ്ഞ് മന്ത്രിക്ക് വരെ അപേക്ഷ കൊടുത്തതാ. മന്ത്രിക്ക് വരെ അപേക്ഷ കൊടുത്തിട്ട് പോലും പോരാന്നില്ല. നീ നോക്ക് ഈ ഗ്യാസ് അടുപ്പിന് കാലില്ല. എന്നിട്ട് ഇത് ഞാൻ ഫോറസ്റ്റുകാർക്ക് കാണിച്ചു കൊടുത്തു. കണ്ട നീ ഒറ്റ കാലില്ല. ഈ ഒരു കാല് മാത്രമേ ഉള്ളൂ. കാല് വരെ പൊളിച്ചു കഴിഞ്ഞു. ഇതിങ്ങനെ അങ്ങോട്ടേക്ക് മറിച്ചിട്ടിനേന്. ഇത് പലകയാ. ഈ പലക തട്ടിയിട്ട് അങ്ങോട്ടേക്ക് മറിച്ചിട്ടിനേന്. അരിയാ തിന്നിട്ട് പോയ അരിയും പറഞ്ഞു. അരി ചാക്ക കട്ടുമ്പോ അതിന്റെ ബാക്കിയാണ് ആ ചാക്കിലുള്ളത്. ബാക്കി തേച്ചും കൊണ്ടോ. ഇത് ഈലേ വന്നിട്ട് കണ്ട നീ
ഈലെ വന്നിട്ട് വീടെ ഈലെ ചവിട്ടിയിട്ട് ഇത് താന്നു പോയി. ഇത് കാണ്, ഇത് താന്നു പോയി. ഇതാടെ ഒരു കട്ട എടുത്തിട്ടതാ. ഇതാ ഈലെ വന്നിനി. ഇതാ ആനയുടെ കാൽപ്പാടം. നോക്ക്, ഇതാ ഈലയാ കയറി വന്ന കണ്ടാ. ഇതാ ഈ കല്ലിളക്കി, ഈ കല്ലിളക്കിയിട്ടും വന്ന്. എന്നിട്ട് പഞ്ചായത്തുകാര് ഒരാളെയും കൂടെ വന്ന് നോക്കണ്ടേ. പഞ്ചായത്തിൽ മന്ത്രിക്ക് വരെ നേരിട്ട് അപേക്ഷ കൊടുത്തതാ. നേരിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഒരു കള്ളാസ് വന്ന് എന്തും പറഞ്ഞിട്ടാ വന്നതെന്നറിയോ, നിങ്ങൾ അപേക്ഷ പോറ നമ്മൾ സ്വീകരിച്ചു അങ്ങനെ പറഞ്ഞിട്ട് വന്നാ മതിയോ. ഈ കാലം വരെ ഈ പഞ്ചായത്തിൽ നിന്ന് 62 വയസ്സായി എനിക്ക്. 62 വയസ്സായിട്ട് ഇനി ഈ നേരം വരെ ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു പോരാത്തില്ല. ബാലേട്ടനും ജയഭാരതിയും എല്ലാരും എന്നോട് പറഞ്ഞു, എന്താ അറിയോ, നിങ്ങളെ പൊര ഇത് ചുണ്ണാൻ പഠിച്ചിന് മക്കളെ മംഗലത്തിന്. അപ്പൊ നിങ്ങള് പൊര പൊളിച്ച് സെറ്റ് കെട്ടണാത്ത എന്നാലേ പൊര കിട്ടുള്ളൂ, അല്ലെങ്കിൽ പൊര കിട്ടൂലെന്ന് അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ ആ ഉള്ള പൊര പൊളിച്ചിട്ട് സെറ്റ് കെട്ടിയിട്ട് ഇത് 9 കൊല്ലം ഇതിൽ വെക്കുന്നു. എന്നിട്ട് ഈ നേരം വരെ പോലെ ഒരു പൊര കാണത്തില്ല. ഇങ്ങനെയായാലും എനിക്ക് ജീവിക്കാനാകുക. നീ പറ, ഈ കറണ്ടും ഇല്ലേനു. ഈ കറണ്ട് ഫോറസ്റ്റുകാർ വന്ന് നന്നാക്കി തന്നതാ. ആ വാതിൽ പോലെ പിടിപ്പിച്ചു തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറാ അരി തയ്ച്ചും തിന്നുപോയി, പർദ്ദ തിന്ന്, നെയ്റ്റി തിന്ന്. അപ്പൊ ഈ മീനും ഈ നെയ്റ്റി ഇട്ടിട്ടുണ്ടായി. ഈന്റെ മുകളിലേന് ഈ സട്ടറൊന്നും ഇല്ലേനു, ഈ സട്ടർ പുറത്തേനുണ്ടായി. ഈന്റെ മുകളിലേന് നെയ്റ്റിയെല്ലാം ഇട്ട്, നെയ്റ്റി പാവാടി എല്ലാം തിന്നിട്ട് പോയി സാറേ പറഞ്ഞു ഞാൻ. ഈന്റെ മുകളിലേന് അരിച്ചാക്കുള്ള ഈ അരി ഒന്നിനും പറ്റൂല, വെറും കല്ല. ഈ അരി ആ കോനായിന് വാരിയിട്ട് ബാക്കി എടുത്ത് വെച്ചു. ചോറ് വെക്കാൻ അരിയില്ലേ, ഈ കോനായിന് വാരി എടുക്കാൻ അവര് പറഞ്ഞു, ഫോറസ്റ്റുകാര് പറഞ്ഞു ബാക്കി അരി നല്ലത് നോക്കിയിട്ട് എടുത്തോളിമ്മാന്ന്. അങ്ങനെ അരി നല്ലത് നോക്കി എടുത്തു വെച്ചത്. ഓല് കൊണ്ടത്തരാന്ന് പറഞ്ഞ ഒന്നും കൊണ്ട തന്നില്ല. ഈ വാതിൽ ഓല് പൊളിച്ചെന്ന് തന്നെ ശനിയാഴ്ച വന്ന് ഈ വാതിൽ ഈടുന്ന് ഇത്രക്ക് ഈ മണ്ടേനു, ഈടുന്ന് ഇങ്ങോട്ടൊക്കെ തീർപ്പിച്ചിട്ടുള്ളൂ. ഇത് കണ്ടിനാനി ആന വന്ന അടയാളം. ഇതിന്റെ മുകളിൽ തട്ടിച്ചിട്ട് വന്നതാ. എന്നിട്ട് ഇത് ഓല് വന്ന് വാതിൽ പിടിപ്പിച്ചു തന്നിട്ട് പോയി. അതാ ഓല് ചെയ്ത ആന അല്ലാണ്ട് പിന്നെ എന്താ മോനെ വന്നേ. നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാഞ്ഞില്ലേ, ഇല്ലെങ്കിൽ ഞാൻ ബാക്കിയുണ്ടാ. ഞാൻ തോലോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര വലിയ സംഭവിച്ചിട്ട് നിങ്ങൾ ആരും വന്നിട്ടില്ലാലോ, ഞാൻ മരിച്ചങ്ങൾ വരൂല എന്നിടെ. ഞാൻ പാഞ്ഞ ഇടത്തിന്റെ പുരയിൽ എത്തിയതിനെ കൊണ്ടല്ലേ ഞാൻ ബാക്കിയായത്, അല്ലെങ്കിൽ ഞാൻ ബാക്കിയാകുമെന്ന്. എന്നിട്ട് മെമ്പർ ഇപ്പൊ വന്നിട്ടില്ല. ഇന്ന് ഈ നേരം വരെ ഈ 3-ാം വാർഡിത്തെ മെമ്പർ വന്നിട്ടില്ല. അങ്ങനത്തെ കൂട്ടറാ മെമ്പർ ഇവിടെ. ഇങ്ങനെയല്ല ജീവിക്കാനാകുക. അല്ലെങ്കിൽ ഒരു കണ്ടാക്കി തരിക, അല്ലെങ്കിൽ ഒരു വഴി തരിക. ഒരു വയ്യുമില്ല. ആടുന്ന് ഇങ്ങോട്ടേക്ക് ഈ വരമ്പത്ത് കൂടെ നടന്ന് വരണം. ആറ്റക്കാന്റെ സ്ഥലം ഈ കാണുന്ന സ്ഥലം തയ്ച്ചു. ഇതിന്റെ പുറകിലും ആറ്റക്കാനോടാ. ആറ്റക്കാന്റെ സ്ഥലം ചോദിച്ച് മതിയാകാന്നല്ലാണ്ട് ഒരു വയ്യോല് തന്നിട്ടില്ല. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ഒരു നാട്ടുകാർ വേണ്ട മോനെ. ഒരു നാട്ടുകാർ നമ്മളെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിലേ ഇതിനൊരു തീരുമാനമുള്ളൂ. ഇതൊന്നിനും ഒരാളില്ല. എന്നിട്ട് എല്ലാം എഴുതി എടുത്തിട്ടാ ഫോറസ്റ്റുകാർ പോയിട്ട് പറഞ്ഞ എന്റെ ചെക്കനുണ്ട് ഇതിനൂടെ, കുഞ്ഞാപ്പാന്ന് പേരുള്ളവന്. അപ്പം പറഞ്ഞ് ഓനൊക്കെല്ലാം അറിയാം, ഓന് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നോട്ടേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് തിങ്കളാഴ്ച പറഞ്ഞു, മോനെ ഫോറസ്റ്റിലേക്ക് പോകാൻ പറഞ്ഞു നിന്നോട് എന്ന്. അപ്പൊ ഓൻ എന്നോട് പറഞ്ഞു, ഓല് വിളിക്കുമ്പോ വിളിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വിളിച്ചിട്ടുമില്ല ഓല്, പോയിട്ടുമില്ല. അപ്പൊ ഇന്ന് മേലൊക്കെ വന്നിനോല്, ഇവിടെ വന്ന ഡിപ്പോട്ടി അടക്കം വന്നിനി, ആ ജീപ്പിലുണ്ടേനു. ഞാൻ ചോദിച്ചല്ല സാറേ, ഏടത്തും അരിയും സാധനമല്ല ആന തിന്നിട്ട് പോയ ഓലിയുടെ ആന നിന്നെടുത്തല്ലേ ഓല് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഓലി നീ നിന്നെടുത്തേന് ആനേന്റെ കാലുള്ളേ. ഒരു കാല ആടെ കണ്ടിനി, അരിയിൻ്റെ അകത്ത് പൂണ്ടുപോയി എനിക്ക് കാലി. എന്നിട്ട് എന്നോട് പറഞ്ഞ അരിയെല്ലാം നന്നാക്കി എടുത്തോളിയുമ്പോ അരിയും സാധനം വാങ്ങിത്തരാം. സാധനമൊന്നും ഇല്ലെങ്കിൽ വെക്കാനുള്ള അരി പോലും കൊണ്ടുതരണ്ടേ. ആന തിന്നിട്ട് പോയാലി എനിക്ക് ചോറ് വെക്കാൻ അരിയില്ല. ആ കാസാര അരി കഴുകി നന്നാക്കി വെക്കണമെങ്കിൽ 2 മണിക്കൂർ കഴുകണം, കല്ലും മണ്ണും അയിലി. അങ്ങനെ ആക്കിയിട്ടാ ഓലി പോയെ. പഞ്ചായത്തുകാരോട് പുരക്ക് പറഞ്ഞിട്ട് ഇന്നോട് പറയാച്ചാല് പുര പൊളിച്ച് സെറ്റ് കെട്ടുന്ന് ബാലേട്ടൻ പറഞ്ഞിനി. പോലീസ് ബാബുവിന്റെ മെമ്പറില്ല, ബിന്ദു ഇല്ലാനാ 5 കൊല്ലം മെമ്പറായിട്ട് നിന്ന്. ഓള് പറഞ്ഞിനി, എല്ലാരും പറഞ്ഞിനി. എന്നിട്ട് ഞാൻ ഒരു ദിവസം പുര എല്ലാവർക്കും കൊടുത്തെന്ന് പറഞ്ഞിട്ട് പാസ്സായിന്ന് പറഞ്ഞിട്ട് ഞാൻ പഞ്ചായത്ത് പോയി, കാട്ടിക്കളം പഞ്ചായത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, ബാലേട്ട നിങ്ങളടക്കം പറഞ്ഞിട്ടല്ലേ ബാലേട്ട ഞാൻ പുര പൊളിച്ചത്. എന്നിട്ട് ഇപ്പൊ സെറ്റ് കെട്ടിയിട്ട് 8-9 കൊല്ലായി നിൽക്കുന്നു. കഴിഞ്ഞ കൊല്ലല്ലേ പോയ അപ്പുറത്തെ കൊല്ലായി നിൽക്കുന്നു ബാലേട്ട. എന്തെങ്കിലും ഒരു പുര എനിക്ക് പാസ്സാക്കി തരാ നിങ്ങൾക്കെന്ന്. അപ്പൊ അയാൾ എടുത്ത വായിക്ക് എന്നോട് ചോദിച്ചെന്താന്ന് കേൾക്കണം എനിക്ക്. എൻ്റെ പോക്കറ്റിന്റെ പൈസ കാണാം ഉമ്മാക്ക് പുര കെട്ടണ്ടെന്ന്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളെ പോക്കറ്റിന്റെ പൈസ നിങ്ങളെ കീസയിൽ വെച്ചിട്ട് നിങ്ങളെ കുടുംബത്തിൽ ചെലവിന് കൊടുക്ക്. പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ എനിക്കൊരു പുരതാ. അങ്ങനല്ലേ ഞാൻ പറയണ്ടേ? നിങ്ങളെ പോക്കറ്റിലെ പൈസ നിങ്ങളെ കുടുംബത്തിന് കഴിയണ്ടേ? എനിക്ക് പുര കെട്ടി തരുമോ നിങ്ങളെ മെമ്പറാന്ന് പുറത്ത് എന്നും പറഞ്ഞിട്ട് ഞാൻ ബാലേട്ടനോട് പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ട് ഞാനിങ്ങ് വന്നതാ. പിന്നെ ഞാൻ ഓലെടുത്ത് പോയിട്ടില്ല. എന്തിനാ പോന്ന്? എന്താ പോയിട്ട് കാര്യോ? പണിയും മെനക്കെട്ട് പോകുക എന്നല്ലാണ്ട്
പോയിട്ട് എന്തോ കാര്യമുണ്ടോ? ഇവിടെ ഇതിനു മുന്നേ ഇങ്ങനെ ആന വന്നിട്ടുണ്ടോ? ആന വന്നിട്ട് മോനെ വെള്ളട്ടാങ്കി 2 പൊളിച്ചു മോനെ, കാണിച്ചു തരാ. ആന വന്നിട്ടുണ്ടോന്നാ? ആന വന്നിട്ട് ഇനി ഒരു അക്രമം ചെയ്യാൻ ബാക്കിയില്ല. ഇതാ കഴിഞ്ഞ ഈ പൊര പൊളിക്കുന്നതിനെക്കാട്ട് മുന്നേ പിന്നെ ഈ വാതിൽ പൊളിക്കുന്നതിനെക്കാട്ട് മുന്നേ ഇതിലെങ്ങനെ മത്തം നട്ടിനേന്. ഇതെല്ലാം പിന്നെ എന്നേ ദിവസം മയും കാറ്റിനോ ആ കൊമ്പ് പൊട്ടിയിട്ട് ചോല അടിച്ചിട്ടതാ. ഇതിലെല്ലാം ചവിട്ടുണ്ടേനു ആനേന്റെ. ഇതിന്റെ അടിയിലെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഈ മത്തന്റെ വള്ളി കണ്ട, ഈ മത്തന്റെ വള്ളി പടന്നിട്ട് അങ്ങെത്തില്ലേ ആ പറക്കും അയിമെല്ലാം കരിയുന്നു. അത് തെച്ചും വലിച്ചു വന്ന് തിന്ന്. അത് തിന്നാ പോയിക്കോട്ടെ, നമ്മക്കൊന്നും ഇല്ലല്ലോ, നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ, അകത്തൊന്നും കരിയില്ലല്ലോ മോനെ. അപ്പൊ എന്താക്കി, അത് കഴിഞ്ഞിട്ട് ഇതൊരു വെള്ളട്ടാങ്കി. ഈ വെള്ളട്ടാങ്കി അപ്പാടെ കുത്തി പൊളിച്ച് വള്ളക്ക് കുത്തി കൊടുത്തതിന്റെ ദിവസം ഞാൻ എന്താക്കിയത്, പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് മുറിച്ചിട്ട് പകുതിയാക്കി. പിന്നെ വന്ന് കുത്തി ആന വന്ന് കുത്തിയതാ. ഇതാ ഇത് കാണിനി, ഇത് നീ നോക്ക്, ഇത് ഈ കോലത്തിലാക്കി. ഇതാ ഇത് പൊട്ടിച്ചതാണ്. എന്നിട്ട് ഇത് ഫോറസ്റ്റുകാർ വന്ന് ഫോട്ടോ എടുത്ത് അന്ന് കഴിഞ്ഞ കൊല്ലം പൊട്ടിയത്, കഴിഞ്ഞ കൊല്ലം ലിക്കൊല്ലം തന്നെ പൊട്ടിച്ചതാ. ഇത് ആദ്യം ഒരു കുത്തു കൊടുത്തിട്ട് ഇങ്ങനെയേനും ആയിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് കൊടുത്ത് കുത്ത്. ഇതിപ്പോ മെഞ്ഞാന്ന് വന്നില്ലേ, മെഞ്ഞാന്ന് വന്നേരം കുത്തിയതാന്നറിയില്ല, ഈടീരാ പൊളിഞ്ഞിട്ട്. ഇങ്ങനെ കുത്തി പൊളിച്ചാൽ ഏടിയ മോനെ വെള്ളട്ടാങ്കിക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ടേ? വെള്ളട്ടാങ്കി വരെ വെക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, എങ്ങനെയാ ജീവിക്കുക ഈ കോലത്തിലുള്ള? ഇപ്പൊ ഇത് പൊന്തി വന്നിട്ടുള്ള ഒട്ടാകെ പൊളിച്ചില്ലേ. ആദ്യം ഒന്ന് വാങ്ങി പൊളിച്ചിട്ട് രണ്ടാമത് വാങ്ങി ഇങ്ങനെ വെച്ച് ഇതും കുത്തി പൊളിക്കുന്നല്ലേ. എന്ത് സാധനം ഇവിടെ തിന്നാനുള്ള? ഒരു ചക്കമരം ഉണ്ടെങ്കിൽ അത് തേച്ച് മുറിച്ച് ഇതാ ഇവിടെ പൊരേന്റെ അരിയത്ത് ചക്കമരം ഉണ്ടായിട്ട് ആന വരണ്ടെന്ന് പുറത്ത് അതും മുറിച്ച്. പിലാവെല്ലാം മുറിച്ച്, ഒറ്റ പിലാവില്ല. അതൊന്നും എൻ്റെ അല്ല, അതെല്ലാം വേറെ ആളെ കണ്ടിട്ടില്ല. അതെല്ലാം മുറിച്ച് ഞാൻ. ഇങ്ങനെ ആയാലും പിന്നെ എങ്ങനെയാ ജീവിച്ചു പോവുക? എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് ഒരു പൊര തരണ്ടേ? ഇത്തരെല്ലാം പറഞ്ഞിനി, ബാലേട്ടനോട് പറഞ്ഞിനി, പിന്നെ പോലീസ് ബാബുവിന്റെ ബിന്ദു മെമ്പറായിരിക്കുമ്പോൾ പറഞ്ഞിനി, അന്തേട്ട മെമ്പറായിരിക്കുമ്പോൾ പറഞ്ഞിനി, എല്ലാവരോടും പറഞ്ഞിനി പൊരേന്റെ കാര്യം. ഈ കാലം പെയ്ത് 62-63 വയസ്സായിട്ട് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി എനിക്ക് തന്നില്ല. ആ ഒരു കക്കൂസോല് പാസ്സാക്കി തന്നതാ പഞ്ചായത്തിൽ നിന്ന്. ഞാൻ ഈ നാട്ടിലുള്ള ആളല്ലേ, എന്തുകൊണ്ട് ഇവരെ എനിക്ക് പൊരയിരുന്നില്ല? എന്താ കാരണം? എന്റെ പേര് പഞ്ചായത്തിലില്ലേ? അനക്ക് മാപ്പിള വരെ ഇല്ല. അനക്ക് മാപ്പിള വരെ ഇല്ല. മാപ്പിള മരിച്ചിട്ട് 8 കൊല്ലം കഴിഞ്ഞു. മാപ്പിള മരിക്കുന്നതിനെക്കാട്ട് മുന്നേ ഈ സെറ്റിൽ നിൽക്കുന്ന അനക്ക് 4 മക്കള്, 2 ആണും 2 പെണ്ണും. എല്ലാം ഇങ്ങനെ കൂലിപ്പണി എടുത്തിട്ട് കഴിഞ്ഞ മോനെ. ഒരുത്തൻ പള്ളീന്റെ താഴെയുണ്ട്, ഒരുത്തൻ ഇതായി ഈ പൊരയിൽ ഞാൻ ഒറ്റക്കേ ഉള്ളു. ഓലക്കല്ലോ ഓല പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലേ? ഓല കുടുംബം നോക്കാണ്ട് നമ്മളെ കൂലിപ്പണി എടുത്തിട്ട് നമ്മളെ നോക്കുവാ? നമുക്ക് കയ്യാത്ത കാലത്താണെങ്കിൽ ഓല് നോക്കൂ. കയ്യാത്ത കാലത്ത് ഓല കാലിന്റെ അടിയിൽ പോയി നിക്കണം, എന്നാ നോക്കൂ. ആരാ മോനെ ഇപ്പൊ നോക്കുക? ഏത് മക്കളെ ഇപ്പൊ നോക്കുന്ന മക്കളുള്ള? അന്നാന്ന് കൂലിപ്പണിയെടുത്ത് കഴിഞ്ഞ മക്കള് ഓല കുടുംബം ഓല മക്കളെ പഠിപ്പിക്കലു ഓലത് എല്ലാം കഴിയുമ്പോഴൊക്കെ നമ്മൾ ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടായി, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥിതിയാ. ഇനി ഈ നേരം വരെ ആ പഞ്ചായത്തിന്റെ മെമ്പർ എന്ന് പറയുന്ന ആള് വന്നിട്ടേ ഇല്ല. അളമാർ ആ കോലത്തിലാക്കിയിട്ട് വരെ ഒരു തുണിയും മുണ്ടും വെക്കാനോ ഒരു സാധനം വെക്കാനോ ഒരു സാധനം ഒന്നും പറഞ്ഞിട്ടില്ല മോനെ. അരിയോ സാധനം കൊണ്ടുതരമ്മാന്നും പറഞ്ഞ് ഡെപ്യൂട്ടിയാ പോലും. അപ്പൊ അയാൾ ഇന്ന് ജീപ്പ് പോകുമ്പോൾ കണ്ടിയാന് പഞ്ചായത്തുനിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചല്ല സാറേ, നിങ്ങൾ വന്നിട്ട് അരിയും സാധനം വാങ്ങിത്തരാന്ന് പറഞ്ഞ് പോയതല്ലേ, സാധനം ഇല്ലെങ്കും സാറേ അരിയങ്ങും ലേസം വാങ്ങിത്തരണ്ട ചോറ് വെക്കാനെന്ന് ചോദിച്ചു. എത്തിക്കാമെന്ന് പറഞ്ഞു. എപ്പോ എത്തിക്കുന്നേ? ഇന്നേക്ക് 2-3 ദിവസമായില്ലേ എത്തിക്കുന്നു. ഓല എത്തിച്ചു തരുവാ? എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു തരൂലേ? ഇനി ഒരു തീരുമാനമില്ല. ഞാനീ തോലോട് ഈ പഞ്ചായത്തുകാരെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല മോനെ. ഇതുപോലെ ഒരു ചാനലുകാർ വന്നിനെ, ഒരു മൊബൈൽ എടുത്തിട്ട് ഒരാൾ വന്നിനി, ഏതവനാന്ന് എനിക്കറിയില്ല, ഒരു ചെക്കൻ വന്നിനെ. ഓനോട് ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ഈ പൊരേൻ്റെ ഉള്ളിൽ ഉണ്ടായി മോനെ. ഞാൻ ഒരൊച്ച കേട്ടേനെ പാഞ്ഞ് പുറത്തേക്ക് പോയതാ ഞാൻ. അല്ലെങ്കിൽ ആന എന്നെ കൊന്നു കളിക്കാനും കുപ്പായം മുണ്ടും എല്ലാം തിന്നിട്ട് പോയി മോനെ. ഗ്യാസ് അടുപ്പ് പൊളിച്ചിട്ട് അതിന് അടുപ്പ് കാല് നീ കണ്ടില്ലേ കാല്? അത് പലക അടക്കം അങ്ങ് മറിച്ചിട്ട് ഞാൻ പലക അടക്കം മറിച്ചിട്ടതായി. അല്ലാണ്ട് അടുപ്പ് ഇതിൽ ഇറങ്ങി വന്നത് ഈ കല്ല് കണ്ടേ? ഈ കല്ലെല്ലാം ഇളകിയിട്ട് അതിലെ ചവിട്ട് കണ്ടില്ലേ നീ? ആ ചവിട്ടിയിട്ട് പോയതങ്ങനെ. എലിയെ വന്നെന്ന് ആർക്കറിയാം. ഇനി അകത്ത് കൂടെ കയറിയതോ എന്നറിയില്ല. ഗ്യാസ് പൊന്തിച്ച് നോക്കാൻ ഗ്യാസിന്റെ അടിയിലല്ല എന്താ ഉള്ളത്. അതിപ്പം കാലില്ലാണ്ട് ഗ്യാസിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചായന്റെ വെള്ളം വരെ പതിപ്പിക്കാനാന്നില്ല ഈ പണിയും കയറി വന്നിട്ട്. ഗ്യാസിന്റെ കാലില്ല സാറേനെ പുറത്ത് അവൻ കാണിച്ചു കൊടുത്തിന് ഫോറസ്റ്റുകാർക്ക്. അത് അപ്പാട് മറിച്ച് പൊന്തിച്ച് വെച്ചിനേനു. എന്നിട്ട് ആ പലകെല്ലാം പിരിച്ച് ആ ചാക്കെല്ലാം ഓടാ ഓടില്ല, ഒന്നും പൊട്ടിയിട്ടില്ല മോനെ. ഓടി ഈ പൊരേന്റെ ആനക്കത്ര പൊക്കേ ഉള്ളു. അത് ഈ അരി തിന്നുന്ന ആനയാ, അതുകൊണ്ടാ ഈ അരി ഇങ്ങനെ തിന്നിട്ട് പോയേ. അല്ലെങ്കിൽ ആന തിന്നൂല. ആത്താന്റെ അടുത്ത് പോയിട്ട് ആ തിരുമ്പിയിട്ട തുണി, ഈ തുണിയിലെല്ലാം ചളിയേനു. ഇതിപ്പോ ഫോറസ്റ്റുകാർ വരുമ്പോ നമ്മൾ നോക്കിയൂല്ല.
അവമാണല്ലേ പറയാ. അപ്പൊ ഓലെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞ എല്ലാം എടുത്തു വെച്ചോളൂ. ആ തുണിയെല്ലാം തിന്നുന്നുണ്ട്. എനിക്കറിയില്ല, എല്ലാരും അടുത്തും കയറി തിന്നുന്നുണ്ട് പോലും. ഇവിടുന്ന് 2-3 പെയിന്റ് തിന്നു ഒരു ചെക്കൻ്റെ, ഇന്ത്യ പോലത്തെ ചെക്കൻ്റെ. എന്നിട്ട് നമ്മള് വിശ്വസിച്ചിട്ടില്ല. ഒരു കണ്ണേന്ന് പറഞ്ഞ ഒരു ചെക്കനുണ്ട് ഇവിടെ പണിക്ക് ഈ ബംഗ്ലാവിൽ. ആ പെയിന്റ് തിന്നുന്ന, പെയിന്റിന്റെ അര ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പെയിന്റ് തയ്ച്ചു 2-3 പെയിന്റ് ഈ ചെക്കൻ്റെ തിന്ന്. എന്നിട്ട് നമ്മള് പറഞ്ഞ് നീ പെയിന്റ് തിരുമാൻ മടിച്ചിട്ട്, ജീൻസ് പാന്റ് അല്ലേ ചെറിയൊരു വലിയക്കാരൻ ചെക്കനെ, അത് മടിച്ചിട്ട് നീ അടിയാൻ കഴിച്ചിട്ടുണ്ടാവും അല്ല കണ്ണാന്ന് ചോദിച്ചു. ഇല്ല ഉമ്മ എൻ്റെ ആന തിന്നിട്ട് പോയി നോൻ പറഞ്ഞു. എനിക്ക് നമ്മള് വിശ്വസിച്ചിട്ടില്ല. ഒരു ദിവസം ഉണ്ട് അതിന്റെ പകുതി ഈ റോട്ടുമ്മ പകുതിക്ക് വയ്ക്കണ്ടേ ആ കിടക്കുന്നു തിന്നുപോയി. ആ ചെക്കൻ്റെ പേര് പുതിയ പെയിന്റ് 2-3 തിന്ന്. അങ്ങനെ ഈടെ വന്നിട്ട് ഇതുവരെ ഈ തുണി തിന്ന് അകത്ത് കയറി ഒന്നും ചെയ്തിട്ടില്ല. ഈ ആന വന്നിട്ട് ടാങ്കി കുത്തി പൊളിക്കും, വെള്ളം കുടിക്കും, എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ അകലെല്ലാം തിന്നിട്ട് പോകുക എന്നല്ലാണ്ട് ഇങ്ങനത്തെ അക്രമം ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇങ്ങനത്തെ അക്രമം ഉണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ച തന്നെയാ തോന്നുന്നു. ഭയങ്കര പേടിച്ചല്ലേ ഇവിടെ താമസിക്കുന്നത്. പിന്നെ അല്ലേ പറയാൻ പറ്റുമോ മോനെ. ഇപ്പൊ എന്റെ ഡെപ്യൂട്ടി എന്നോട് പറഞ്ഞു ഇല്ല, പച്ചക്കട്ടയല്ലേ തീർന്ന്. അതിന്റെ അങ്ങേ ഭാഗ ചുമര് അളമാറ വെച്ചെടുത്ത് പൊട്ടുണ്ടാ അളമാറൊക്കെ ഇന്ന ചുമര് വീണിട്ടില്ല. അവമാണല്ലേ പറയാ. ആ ഭാഗത്ത് ചുമരിന് പൊട്ടുണ്ട്. ഈ ആന കടന്ന ഭാഗത്ത് ചെറിയൊരു പൊട്ടുണ്ട് ഉള്ളില്. അത് ആന കടന്നിട്ട് ചുമര് പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും സങ്കടം ഇല്ലേനു. അത് പോയിട്ടില്ലല്ലോ. ആന വന്നിട്ട് അരിയും തിന്ന് സാധനം തിന്ന് കുപ്പായം കൊണ്ടും തിന്നിട്ടല്ലേ ആന പോയിനി. ഇതാ ഈ ഭാഗത്ത് ഇതാ ഇതിങ്ങനെ ഉണ്ട് കണ്ടാ. ആ ആനന്റെ പുറം തട്ടിയതായിരിക്കും കട്ടിൽ പടിയുമേ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഈടുന്നല്ലേ ഈ അളമാറ തിന്നു. ഇതെല്ലാം അങ്ങനെയുള്ള മോനെ. ഈ സാധനം എല്ലാം അങ്ങനെയുള്ള ഇതെല്ലാം തട്ടിമറിച്ചിട്ട് തന്നെ. ഇത് ഞാൻ വെറുതെ എടുത്ത് വെച്ചതാ. ഇപ്പൊ ഈ വെഞ്ചെല്ലാം അപ്പുറത്തേ ഉണ്ടായി. ഫോറസ്റ്റുകാർ വരുമ്പോ എല്ലാം അടിയാ ഉണ്ടായി. ഇത് ഞാൻ വെറുതെ കട്ട പെറുക്കി വെച്ചിട്ട് പിന്നെ എടുത്ത് വെച്ചത്. അങ്ങനെ ഇങ്ങനത്തെ അക്രമം കണ്ടിട്ട് ഓല് പോയിട്ട് ഓല അനങ്ങിയിട്ടില്ല. പിന്നെ എന്തെന്നാ ചെയ്യണ്ടേ? നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നിട്ട് ഓല് വന്നിട്ട് ഞാൻ ഈ പഞ്ചായത്തിൻ്റെ ആൾക്കാർ പൊരതരാത്തിയോ പിന്നെ വന്ന് നോക്കാത്തിയോ ഒന്നും ഞാൻ ഓലോട് പറഞ്ഞില്ല. ഓലോട് പറഞ്ഞിട്ടില്ല. എന്തിനാ പറഞ്ഞിട്ട് കാര്യം? ഓല് പൊര പൊളിക്കാൻ പറഞ്ഞാൽ ഞാൻ പൊര പൊളിച്ച്, അല്ലെങ്കിൽ ഞാൻ പൊര പൊളിക്കൂല. എനിക്ക് 4 റൂമുണ്ട് ആ പൊരക്ക്. ഏതെങ്കിലും ഒരു റൂമിൽ എനിക്ക് വായിലടച്ചിട്ട് അടച്ചുറപ്പായിട്ട് കിടന്നുറങ്ങാം. ഇതത് പറ്റുമോ? ഇത് ഒറ്റ ഒന്നല്ലേ ഉള്ളൂ. എല്ലാം വെക്കുന്നതും തിന്നുന്ന ഇതെല്ലാ സാധനം കുരങ്ങ് കൊണ്ടുപോകും. ഒരു സാധനം ഇല്ലാണ്ട് ഉപ്പിന്റെ ഡಬ್ಬി മുതലൊക്കെ സോപ്പ് വരെ കുരങ്ങ് കൊണ്ടുപോകും. ചേരി കുരങ്ങ് കൊണ്ടുപോകും. കുരങ്ങിന്റെ ശല്യം അതിന്റെ ബാക്കി. എന്നിട്ട് എല്ലാം എടുത്ത് അകത്ത് വെക്കണം. ഒന്ന് മറന്നു പോയിട്ട് വന്ന് പോയോ എന്നാ പിന്നെ വരുമ്പോക്ക് ഉണ്ടാവില്ല. പിന്നെ അങ്ങനെയാകുമ്പോ ജീവിക്കാനാകുവോ? അന്നക്കാട്ടും വലുതൊക്കെ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഇന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നീ വന്ന് പറഞ്ഞു. ഞാൻ അല്ലാണ്ട് ഞാനെന്ത് പറയാനാ? ഇങ്ങനെ തലമുതലാക്കിട്ട് പോയാൽ എന്താ ചെയ്യാ? ഇപ്പൊ നമ്മള് കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ. ആ ഉമ്മ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന ആളാണ്. ഇത് അവരുടെ വീടാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഈ വീട്ടിലാണ് അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. വീടിൻ്റെ ഒരു സ്ഥിതിയൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം. വലിയ ബലമുള്ള വീടൊന്നും അല്ല, സാധാരണ ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ആനയൊക്കെ കയറി ഇതുപോലെ അക്രമം കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക. അപ്പോൾ അതിന് എന്താ പറയുക, എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാവുക തന്നെയാണ് വേണ്ടത്. കാരണം അപ്പോൾ അവരുടെ ജീവനും കൂടെ നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെടുന്നതാണ്. രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരു ചൂടുണ്ടാവില്ല. എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടായില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക തന്നെ വേണം. കാരണം നമുക്ക് ആ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളൂ. രാത്രി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വീടിൻ്റെ വാതിലൊക്കെ കുത്തി തുറന്ന് ആന അകത്ത് കയറി അരിയൊക്കെ തിന്നുക, അലമാരയൊക്കെ ചവിട്ടി പൊളിക്കുക, പർദ്ദയും മറ്റ് അടിവസ്ത്രങ്ങളൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു സ്വഭാവമുള്ള ഒരു ആന തന്നെയാണ്. ഇതേ ആന തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബാർഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കണ്ടത്. അവിടെ ഇതുപോലെ നൈറ്റി ഒക്കെയാണ് എടുത്ത് കഴിച്ചെങ്കിൽ ഇവിടെ അടിവസ്ത്രം വരെ എത്തി. ഇപ്പോൾ ഈ ആന ഇത് നമ്മൾ ഈ ആനയ്ക്കിനി ഇപ്പോൾ അരിനെക്കാട്ടും കൂടുതൽ തുണി കഴിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇനി തുണിക്കൊമ്പൻ എന്നൊക്കെ വിളിക്കേണ്ടി വരും. കുള്ളൻ കൊമ്പൻ എന്നൊക്കെയാണ് ഈ ആനനെ വിളിക്കുന്നതെങ്കിലും ഇത് തുണിയാണ് ഇതിൻ്റെ വീക്ക്നെസ്. പല സ്ഥലങ്ങളിലും ഇത് ആന തുണിയാണ് ഇപ്പോൾ തിന്ന് കാണുന്നത്. അപ്പോൾ എന്താണ് ഈ ആന ഇങ്ങനെ ചെയ്യുന്നത്? ആൾക്കാരോടുള്ള ദേഷ്യം തീർക്കുന്നതാണോ? എന്താണേലും ആൾക്കാരെ ഇതിന് മുന്നിൽ നേരിട്ട് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ കൊല്ലുമെന്ന് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. വലിയ വലിപ്പമൊന്നുമുള്ള ആന അല്ലെങ്കിൽ പോലും ഭയങ്കര അഗ്രസീവായിട്ടുള്ള ആനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളൊക്കെ നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലും. അപ്പോൾ ലൈറ്റ് അടിച്ചാലും ഒക്കെ നേരെ പാഞ്ഞു വരുന്ന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഓരോ എന്താ പറയുക, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിലേ നമ്മൾ
എന്താ പറയുക, അത് ഇതിനുള്ള പരിഹാരം കണ്ടെത്തുവാണെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമായി ഒരു ജീവനൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കും. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. ഉമ്മയുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള ഒരു എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റിൽ ഇപ്പോൾ ആ ആനനെ ഓടിക്കാനായിട്ട് ഇവിടെ കുങ്കി ആനനെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളതും കൂടെ കാണിക്കണമല്ലോ. അപ്പോൾ ആനനെ ഓടിക്കാനുള്ള ഇതും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കുങ്കിയാന ഇവിടെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം.